വീഡിയോയിൽ കണ്ടാൽ ശരിക്കും മനസ്സിലാക്കാനുള്ളൂ ഇത് വെറും കണ്ടന്റ് ക്രിയേഷൻ മാത്രമാണ്. ആത്മാഭിമാനം കണ്ടി പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് മാത്രമല്ല. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ട്, അതുപോലെ അതേമാതിരി തന്നെ പുരുഷന്മാരെയും ബഹുമാനിക്കുന്നുണ്ട്. ഇവളായിട്ട് പോയി വെറും വെറുതെ വീഡിയോ എടുത്ത് ആ ദീപക് എന്ന വ്യക്തി അറിയുന്ന പോലും ഇല്ല വീഡിയോ എടുക്കുന്നത്. സമൂഹത്തിൽ കുറച്ച് ആത്മാഭിമാനം, സമൂഹത്തിൽ കുറച്ച് എന്താ ഇതൊക്കെ ഉള്ള ആളായിരിക്കും ആ ആള് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ അങ്ങനെ തട്ടാനും മുട്ടാനും നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇവൾ വീഡിയോ എടുക്കുന്ന കാണില്ലേ, ഇവൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് അവർ അതിൽ നിൽക്കൂല, എന്തായാലും നിൽക്കൂല. എന്നിട്ട് അവരത് അറിയുന്ന പോലും, ദീപക് അത് അറിയുന്ന പോലും ഇല്ല, ദീപക് എന്ന വ്യക്തി അറിയുന്ന പോലും ഈ വീഡിയോ എടുക്കുന്നതും ഈ പെണ്ണ് ബാക്കിൽ നിൽക്കുന്നതും. അവളായിട്ട് പോയി മുട്ടി നിന്നിട്ട് കണ്ട് വീട്ടിൽ പോയി എഡിറ്റ് ചെയ്ത് വീഡിയോ ഇട്ടതാണ്. ആ വീഡിയോയിൽ കാണാൻ അവൾക്ക് എന്തൊരു സന്തോഷം, ഹാപ്പിയാണ് അവള്. കാരണം അവൾ വിചാരിച്ച കാര്യം നടക്കുകയാണ്. അവള് പോയി അവൻ്റെ അടുത്ത് മുട്ടി പോയി നിൽക്കുക. ബസ്സിൽ ഒരു തിരക്കും ഞാൻ കാണുന്നില്ല. എന്താ അവൾക്ക് അത്ര ഇറിറ്റേഷൻ ആണെങ്കിൽ അവൾക്ക് അത് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു എല്ലാവരോടും, അല്ലെങ്കിൽ കച്ചറ കുടിക്കൂടായിരുന്നു, അവൾക്ക് ദേഷ്യം വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു. മാറി നിൽക്കുന്നത് അത് അവൾ ചെയ്തില്ലല്ലോ. അവൾ നല്ലോണം ചിരിക്കുക ചെയ്തത്. ആ വീഡിയോ ഒന്ന് എല്ലാവരും സൂം ചെയ്ത് നോക്കിയാൽ കാണാം. നല്ല ചിരി, പുഞ്ചിരിയാണ് അവൾക്കുള്ളത്, നല്ല പ്രസന്നതയും പുഞ്ചിരിയും. അവൾ ശരിക്കും ആസ്വദിക്കുക. എന്നിട്ട് വീട്ടിൽ പോയിട്ട് കണ്ട് എഡിറ്റ് ചെയ്തിട്ട് വലിയ ന്യായീകരണ വീഡിയോ വേറെ. എന്താ പറയുക, ആ ആൾ മരിച്ചു, ഇവർക്ക് സമാധാനമായല്ലോ. ആൾ മരിച്ച കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കാണ് ആ ഏട്ട ഇല്ലാതെയായത്, ദീപക് എന്ന ആൾ ഇല്ലാതെയായത്. ശരിക്കും ഇങ്ങനത്തെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവർക്ക് സോഷ്യൽ മീഡിയ വഴി പൈസ കിട്ടുന്നതിനാണ്. ഇവർക്ക് പൈസ മതി. അപ്പോൾ പൈസ കിട്ടുന്നത്, ഇങ്ങനത്തെ കണ്ടന്റ് ക്രിയേഷന് പൈസ കിട്ടുന്നത് ഒഴിവാക്കുന്ന നിയമം വരണം. എന്നാൽ ഇങ്ങനത്തെ ഫേക്ക് ന്യൂസുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അവർക്ക് പൈസ കിട്ടാണ്ടാകുമ്പോൾ തന്നെ ഇതുപോലത്തെ ഫേക്ക് ന്യൂസ് വരില്ല. എന്തായാലും ദീപക് എന്ന വ്യക്തിക്ക് ആദരാഞ്ജലികൾ നേരുന്നു.